Theorem 8. Let A subset of R and F from A to R and let C be a cluster point of A. If A less than or equal to f of x less than or equal to B for all x element of A with x not equal to C, and if limit x tends to C f exists, then A less than or equal to limit x tends to C f less than or equal to B. അപ്പം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ, അതായത് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് എയിലെ ഒരു ഫംഗ്ഷനാണ്. സെറ്റ് എയിലാണ് നമ്മൾ ഫംഗ്ഷൻ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകളിലെല്ലാം എക്സ് നോട്ട് ഈക്വൽ ടു സി വരുന്ന എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകളിലെല്ലാം എക്സ് ഈക്വൽ ടു സിയുടെ കേസ് പറയുന്നേ ഇല്ല, എക്സ് നോട്ട് ഈക്വൽ ടു സി വരുന്ന എയുടെ എല്ലാ പോയിന്റുകളിലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സ്മോൾ എക്കും ക്യാപിറ്റൽ ബിക്ക് സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. എഫിന്റെ വാല്യൂ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിൽ മൊത്തം എക്സ് നോട്ട് ഈക്വൽ ടു സി വരുന്ന എല്ലാ പോയിന്റുകളിലും എഫിന്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്ക്, ആ നമ്പർ എന്ത് തന്നെയാകാം, അതിന് നമ്മൾ സ്മോൾ എ എന്നും സ്മോൾ ബി എന്നും വിളിക്കുക. അപ്പം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് എലമെന്റ് ഓഫ് എ വരുമ്പോഴല്ല, എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റാണ് എ, എക്സ് നോട്ട് ഈക്വൽ ടു സി ആൻഡ് എക്സ് എലമെന്റ് ഓഫ് എ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്കാം. അങ്ങനെയാണ് എങ്കിൽ എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, സിയിലെ എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ എക്സിസ്റ്റ് ചെയ്യുമ്പം ആ ലിമിറ്റിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സീക്വൻഷ്യൽ ക്രൈറ്റീരിയയും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൂഫ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ. എഫ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് എ ആൻഡ് തന്നിരിക്കുന്ന കണ്ടീഷൻ ആണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്കാണ് കിടക്കുന്നത് എങ്കിൽ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ പോയിന്റ് സിയില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ലിമിറ്റ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും, ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫിന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. അപ്പൊ നമുക്കറിയാം എഫിന് എക്സ് ടെൻസ് ടു സി എഫിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാന്ന് വിചാരിക്കാം. അത് നമ്മൾ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് എന്ത് പറയാം? സീക്വൻഷ്യൽ ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു എൽ ആണ് എങ്കിൽ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് പറയാം വെനെവർ എക്സ് എൻ കൺവേർജസ് ടു സി, എക്സ് എൻ ഇസ് എ സീക്വൻസ് ഇൻ എ. എക്സ് എൻ എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഇൻ എ with xn not equal to c and xn converges to c. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. xn not equal to c ആയിരിക്കണം, xn is a sequence in a, xnകളെല്ലാം എക്കകത്തുണ്ടായിരിക്കണം അല്ലെ. xn is a sequence in a with xn not equal to c and xn converges to c. xn സിയിലോട്ട് കൺവേർജ് ചെയ്യുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സൻ എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. അതല്ലേ ലിമിറ്റിന്റെ ഡെഫിനിഷൻ സീക്വൻഷ്യൽ ക്രൈറ്റീരിയയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പൊ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് വെനെവർ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഈക്വൽ ടു എൽ ആണ് എങ്കിൽ നമുക്ക് പറയാം വെനെവർ എക്സൻ കൺവേർജസ് ടു സി with xn not equal to c, xn is a sequence in a with xn not equal to c and xn converges to c, we can say that f of xn converges to l. അപ്പോൾ f of xn എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് അത് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? whenever xn is a sequence in a with xn not equal to c and xn converges to c, f of xn also converges to l. f of xn ഉം എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പം ഇനി എക്സൻ എന്ന് പറയുന്ന സീക്വൻസ് എയിലുള്ള എലമെന്റ് ഇല്ലേ, എക്സനുകളെല്ലാം എക്കകത്തുണ്ട് അല്ലെ. എക്സൻ ഇസ് എ സീക്വൻസ് ഇൻ എ, സീക്വൻഷ്യൽ ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ പറയുന്നുണ്ട് എക്സൻ ഇസ് എ സീക്വൻസ് ഇൻ എ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം തന്നിരിക്കുന്ന തിയറത്തിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? വെനെവർ എക്സ് എലമെന്റ് ഓഫ് എ വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു സി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ എയിലെ ഒരു എലമെന്റ് വിത്ത് എക്സ് നോട്ട് ഈക്വൽ ടു സി ആണ് എങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് കിടക്കും. ഇവിടെ എക്സൻ എന്ന് പറയുന്ന സീക്വൻസ്, എക്സൻ എന്നുള്ള സീക്വൻസിലെ എലമെന്റുകളെല്ലാം എക്കകത്തുള്ളതല്ലേ. അപ്പൊ എക്സൻ എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സനിന്റെ വാല്യൂ നമുക്ക് സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് കിടക്കുമെന്ന് പറയാം. അപ്പൊ എഫ് ഓഫ് എക്സൻ എന്ന് പറയുമ്പോൾ എക്സൻ ഒരു സീക്വൻസ് ആകുമ്പോൾ എഫ് ഓഫ് എക്സന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അല്ലേ. ഇപ്പൊ നമ്മൾ സീക്വൻസ് എക്സൻ എന്ന് പറയുന്നത് നമ്മൾ 1 2 3 എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ എക്സൻ ഒരു സീക്വൻസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിന് നമുക്കൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് എഫ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്.
അപ്പം എക്സനുകളുടെ വാല്യൂ എയിൽ എക്സൻ എന്ന് പറയുന്ന എയിലെ എലമെന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സനിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് എടുക്കണം. എക്സ് എലമെന്റ് ഓഫ് എ വരുമ്പോഴല്ല എഫ് ഓഫ് എക്സ് സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് എടുക്കും. അപ്പം ഇവിടെ എക്സൻ എന്ന് പറയുന്ന എയിലെ ഒരു സീക്വൻസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സനിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് കിടക്കും. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ചൊരു തിയറമാണ്, ഇതൊന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചൊരു തിയറമാണ്. സീക്വൻസ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സീക്വൻസ് പഠിച്ചു. എക്സൻ എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓഫ് എക്സനും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. തിയറം 20 19 എനിക്ക് തോന്നുന്നു ആദ്യത്തെ പാർട്ട് നമ്മൾ പഠിച്ച തിയറം മറന്നുപോയി, തിയറം നമ്പർ ഞാൻ മറന്നുപോയി. അവിടെ നമ്മൾ പഠിച്ചതാണ് വെനെവർ എക്സനിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സൻ ഓൾസോ ലൈസ് ആ സീക്വൻസിന്റെ ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. നമ്മൾ സീക്വൻസിനകത്ത് പഠിച്ചൊരു തിയറമാണ്. അപ്പൊ എക്സനിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സൻ ഓൾസോ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ നമുക്ക് എക്സനിന് പകരമുള്ള സീക്വൻസ് എന്താണ്? എഫ് ഓഫ് എക്സൻ. എഫ് ഓഫ് എക്സനിന്റെ വാല്യൂ സ്മോൾ എക്കും സ്മോൾ ബിക്കും ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സനും എക്കും ബിക്കും ഇടയ്ക്ക് കിട്ടും. ആ ഒരു സ്റ്റെപ്പ് അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി അതാണ് നമുക്ക് അത് ഫോളോ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ആ ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സൻ ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് കിട്ടും. അപ്പൊ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ആ ഒരു സ്റ്റെപ്പ് മാത്രം ഒന്ന് എഴുതി കാണിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് xn ഈസ് എ സീക്വൻസ് ഇൻ എ ആണ്. വെനെവർ xn കൺവേർജസ് ടു സി എഫ് ഓഫ് xnഉം കൺവേർജസ് ടു സി ആണെന്ന് നമുക്കറിയാം. ഇനി xn എന്ന് പറയുന്ന എയിലെ എലമെന്റ് ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. അപ്പൊ എഫ് ഓഫ് xn കൺവേർജസ് ടു എൽ ആണ്. അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി f is equal to L ആയതുകൊണ്ട് whenever xn converges to C, f of xn converges to L എന്ന് പറയും. ഇനി a less than or equal to f of xn less than or equal to b ആയതുകൊണ്ട് ഇതിന്റെ ലിമിറ്റും a ക്കും b ക്കും ഇടയിൽ കിടക്കുന്നു പറയാലോ. സോ a less than or equal to limit n tends to infinity f of xn less than or equal to b എന്ന് പറയാം. കാരണം നമുക്ക് പഠിച്ച തിയറം അനുസരിച്ച് xnന്റെ വാല്യൂ a less than or equal to xn less than or equal to b ആണെങ്കിൽ a less than or equal to limit xn less than or equal to b. xn എന്നൊരു സീക്വൻസിന്റെ വാല്യൂ a ക്കും b ക്കും ഇടയിൽ കിടക്കുവാണെങ്കിൽ അതിന്റെ ലിമിറ്റിന്റെ വാല്യൂ a ക്കും b ക്കും ഇടയിൽ കിടക്കും. ഇവിടെ f of xn എന്ന് പറയുന്ന സീക്വൻസിന്റെ വാല്യൂ a ക്കും b ക്കും ഇടയിൽ കിടക്കുന്നതുകൊണ്ട് അതിന്റെ ലിമിറ്റും a ക്കും b ക്കും ഇടയിൽ കിടക്കും. ഇനി f of xn കൺവേർജസ് ടു L ആ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് xn കൺവേർജസ് ടു C വരുമ്പോഴെല്ലാം f of xn കൺവേർജസ് ടു L. അപ്പൊ xn is a sequence in C, അതുകൊണ്ട് f of xn ന്റെ ലിമിറ്റ് f of xn കൺവേർജസ് ടു L എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെല്ലാം എന്നുള്ളത്. സോ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് കിട്ടി. ഇനി L എന്ന് പറയുന്നത് എന്തായിരുന്നു? L എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു C f ആണ്. So we can say that a less than or equal to limit x tends to C f is less than or equal to b. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് അവിടെ ഇല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നതാണ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇതാണ് ആക്ച്വലി ഇതിന്റെ സംഭവം നടക്കുന്നത്. ആ ഒരു സ്റ്റെപ്പിൻ്റെ അകത്തില്ല, അതുകൊണ്ട് ഞാനത് എഴുതി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ചെയ്ത പ്രോസസ്സ് പറയുവാണ്. തന്നിരിക്കുന്നത് എന്താണ്? f is a function from a to r. f is a function from a to r and f of x a less than or equal to f of x less than or equal to b for all x element of a with x not equal to c. Whenever x element of a ആകുമ്പോൾ f of x a ക്കും b ക്കും ഇടയ്ക്ക് കിടക്കും. ഇനി നമുക്ക് കാണിക്കേണ്ടത് ലിമിറ്റ് x ടെൻസ് ടു c f എന്ന് പറയുന്നു a ക്കും b ക്കും ഇടയ്ക്ക് കിടക്കും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ലിമിറ്റും ഇതാണ് കാണിക്കേണ്ടത്. വി ഹാവ് ടു ഷോ ദാറ്റ് a less than or equal to limit x tends to c f less than or equal to b എന്ന് കാണിക്കണം. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്ന പ്രോസസ്സ്, നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ നമ്മൾ സപ്പോസ് ചെയ്യുവാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ലിമിറ്റ് x tends to c f is equal to L എന്ന് എടുത്തു.
അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഇസ് ഈക്വൽ ടു എൽ എന്ന് എടുത്തു. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ച് നമുക്ക് പറയാം whenever xn is a sequence in A with xn not equal to C and xn converges to C. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ xn സീലോട്ട് കൺവേർജ് ചെയ്യുമ്പോൾ എഫ് ഓഫ് xn എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. ഇത് നമുക്ക് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് കിട്ടുന്ന കാര്യമാണ്. ഇനി നമുക്കറിയാം whenever xn f of x belongs to എക്കും ബിക്കും ഇടയ്ക്കായിരിക്കും f of x. അപ്പൊ f of xn എന്ന് പറയുന്ന എയിലെ എലമെന്റ് ആയതുകൊണ്ട് എക്സ് എ വരുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സ് എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. ഇവിടെ എക്സൻ എന്ന് പറയുന്ന ക്യാപിറ്റൽ എയിലെ എലമെന്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സനും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. ഇനി നമ്മൾ പണ്ട് പഠിച്ച സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച തീറ അപ്ലൈ ചെയ്യുവാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വരുമ്പോഴെല്ലാം അതിന്റെ ലിമിറ്റും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. അപ്പം എഫ് ഓഫ് എക്സനിന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സനും എക്കും ബിക്കും ഇടയ്ക്ക് കിടക്കും. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സന്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്കാന്ന് പറയും. ഇനി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സൻ എന്താണ് നമ്മൾ പറഞ്ഞ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് എഫ് ഓഫ് എക്സനും എല്ലിലോട്ട് കൺവേർജ് ചെയ്യും. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു എൽ. അപ്പൊ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇനി എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ആണ്. അപ്പൊ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടും. ക്ലിയർ ആയോ?